കുഞ്ചു യൂട്യൂബ് ചാനൽ പൊന്നാനി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. നമ്മുടെ റോക്കിക്കുട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ റോക്കിക്കുട്ടനെ നന്നരം പണി കിട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ തന്നു? ഇന്ന് ഇന്നലെ ഇവനെ ആശുപത്രി കൊണ്ട് ഇവന് ഒട്ടും വയ്യായിരുന്നു, നടു. അപ്പം അതിന് ഒട്ടും വയ്യായിരുന്നു. അപ്പം റോക്കിക്ക് കുറെ ഇഞ്ചക്ഷനൊക്കെ ഇന്നലെ എടുത്ത്, പിന്നെ വിരയുടെ പ്രശ്നമാണ്. കറക്റ്റ് സമയത്തിന് അവർ വിര ഇളക്കിയില്ല, അതുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പം അവന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആൻറ്റിബയോട്ടിക് ഇന്നലെ തൊട്ട് എടുക്കാൻ തുടങ്ങി. ഇന്നും അവൻ പോയി കുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. നാളെ ഉണ്ടൊരു കുത്ത്, നാളെയും കൂടെ ഉള്ളൂ. അവൻ്റെ മരുന്നാണ് ഗൈസ് ഇത്. ഇതാണ് എന്താ, ഇത് മറ്റേ വിരയുടെ മരുന്നാണ്. അവൻ്റെ ബോഡിയിൽ ഇപ്പം ഒട്ടും ബ്ലഡ് ഇല്ല. ഇപ്പം ഇവനാണെങ്കിൽ എന്തുവാ, ബാത്റൂമിലൊക്കെ പോകുമ്പോൾ മോഷനായിട്ട് പോകുമ്പം ബ്ലഡ് വരുമായിരുന്നു അല്ലേ? എന്നിട്ട് ബ്ലഡൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. നമ്മുടെ റോക്കിക്കുട്ടന് ഭയങ്കര ഇതാണല്ലേ റോക്കിക്കുട്ടൻ. ഭയങ്കര ഇളക്കമാണ് ഗൈസ്. പിന്നെ ഇനിയിപ്പോ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പദം കാണിച്ചേക്കുന്നു. ഇനിയിപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഡോഗിനെ കാണിച്ചേക്കുന്നുണ്ട്. ഇത് ഡോഗിന്റെ മരുന്നാണ്. ഡോഗിന്റെ ഒരു ഫുഡും ഉണ്ട് ഗൈസ്. അവന് ഫുഡും കൊടുത്ത് ഡോക്ടർ കൊടുത്തു. ഒരു പാത്രം ഈ സ്റ്റീല്. പിന്നെ നമ്മുടെ റോക്കിക്കുട്ടിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഈ വിരയുടെ പ്രശ്നം കൊണ്ടായിരിക്കും കണ്ണടച്ചാണ് ഈ മണ്ണൊക്കെ തിന്നും, പുല്ല് അങ്ങനെയൊക്കെ വേസ്റ്റും അങ്ങനെയൊക്കെ പോയി തിന്നും. പിന്നെ ഇപ്പൊ അങ്ങനെ വേസ്റ്റ് ഒന്നും അധികം തിന്നാറൊന്നുമില്ല. ഇപ്പൊ ചക്കരമോനായി. ഇപ്പൊ ചക്കരമോൻ നമ്മൾ കടിക്കുവാണ്. എന്റെ കയ്യിലാണ് കടിക്കുന്നത്. എന്റെ കയ്യെ കടിക്കാൻ അവന് തുറന്നു വിടാനായിട്ടാണ് ഇത്ര അഭ്യാസം കാണിക്കുന്നത്. അവൻ തുറന്നു വിടാൻ ഇപ്പൊ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് പറയുണ്ട്. മസൂരിമലയിലെ പറയുണ്ട്. അമ്മൂമ്മയാണെങ്കിൽ അവിടെ ചാണകം വെച്ച് ഇതാക്കി തളിച്ചിട്ടേക്കാണ്. അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ് ഇവൻ പോയി ചവിട്ടും. അതുകൊണ്ട് നമ്മൾ അവനെ ഇങ്ങോട്ട് ഇറക്കുന്നില്ല, നേരത്തെ ഇറക്കിയിട്ട് അങ്ങോട്ട് കയറ്റിയാണ് ഗൈസ്. ഇപ്പം ഇവള് ഉറക്കമായിരുന്നു, ഇപ്പോൾ ഉറക്കി വന്നിരിക്കുകയാണ്. പിന്നെ അമ്മൂമ്മയെ സഹായിക്കുകയൊക്കെ ആയിരുന്നു. എന്താ പൂവൊക്കെ പറിച്ച് ഇതൊക്കെ പറിച്ചിട്ട് സഹായിക്കുമായിരുന്നു. ഇനി വിളക്ക് തീയാനൊക്കെ പോവാണ് ഗൈസ്. ഞാൻ വിചാരിച്ചൊരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാമെന്ന്. ഞാൻ അമ്മ എന്താ തളിച്ചിട്ടേക്കാണ് ഫ്രണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ റോക്കിക്കുട്ടൻ ഇവിടെ ആ കുപ്പിയും വെച്ച് കളിയാണ് കേട്ടോ ഗൈസ്. അമ്മ ഒരു കുപ്പി ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കുപ്പി അത് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടാണ് പോയത്. അതിനെ ഇപ്പോൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുക. പിന്നെ കരച്ചിലാണ് വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് തനു. അപ്പം നമുക്ക് ഫ്രണ്ടിലാണ് തളിച്ചേക്കുന്നത്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടാണ് ഗൈസ്, ഇതാണ് തളിച്ചിട്ടേക്കുന്നത്. നമ്മുടെ അമ്മൂമ്മ എവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അമ്മൂമ്മ ഇതായിരുന്നു ഞാൻ പറഞ്ഞു, തനി ഉരുത്ത് വെച്ചതാണ് കണ്ടോ. ഇപ്പൊ പറ വരും, ഇപ്പോഴല്ല കുറച്ച് കഴിയും. ഇവിടെ ഇന്ന് അൻപലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിയും ഗൈസ്. വേണ്ട തനു എങ്ങനെയാലും ഇതിൽ ചവിട്ടണം, അതിനായിട്ടുള്ള പുറപ്പാടിലാണ് തനു. നമ്മുടെ അവൻ നമ്മുടെ കൂടെ ഇല്ലാത്തോണ്ട് അവൻ കിടന്ന് കരച്ചിലാണ് കണ്ടോ. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഓട്ടമാണ്. പിന്നെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല ആളിനെ. ഇപ്പം നമുക്കൊരു എക്സസൈസ് ആവും. ഇവൻ വന്നതോടെ എനിക്കൊരു എക്സസൈസ് ആയി ഗൈസ്. എനിക്കിപ്പം രാവിലെ വൈകിട്ടും ഒക്കെ ഓട്ടമാണ് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഈ തനു ആണെങ്കിൽ ഈ മതിലിൻ്റെ മേളിൽ നിന്ന് ആരാണ്ട നോക്കുന്ന പോലെ ഇവിടെ നിന്ന് ഏതാണ്ട് ചെയ്യാണ്. എൻ്റെ ഇവിടെ അച്ഛൻ ഇച്ചിരി ഇവിടെ ഇട്ട മെറ്റലായിരുന്നു. അത് എന്തുവാ
അച്ഛൻ ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാം കൂടെ. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഇപ്പോൾ തനുവിന് കളി. ഇതുണ്ട് ഒരു ചെലന്തി ഗൈസ്. ചെലന്തി കണ്ടിട്ട് പേടിച്ചോടുകയാണ്. ഇപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് അപ്പുറത്തോട്ട് നോട്ടമാണ് ഇപ്പം തനുവിന്. ഗൈസ് നമ്മുടെ ബന്ദിപ്പൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പൂവാണ്. ഭയങ്കര വാടയാണ് ഷിൻ്റെ ഇതിന്. സ്മെല്ലാണ്, വല്ലാത്ത സ്മെല്ലാണ്. നല്ല രസമാണ്, പക്ഷെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. പിന്നെ അച്ഛൻ ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ സെറ്റപ്പൊക്കെ ആക്കി. വീട് സെറ്റപ്പല്ല, പ്ലാൻസൊക്കെ വേറെ വേറെ സ്ഥലത്താക്കി. അതുകൊണ്ടൊരു രസമുണ്ട് ഗൈസ്. അച്ഛൻ പോയതോടൊരു ഇതില്ലേ കണ്ട് ഇങ്ങനെ അലോവേറയൊക്കെ ആക്കി നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ റോസാപ്പൂവാണ്. ഇതൊക്കെ വെറൈറ്റിയാണ്. അങ്ങേ അറ്റത്ത് ഇതൊക്കെ ഇത് നമ്മുടെ ഒരു റോസ് കളറിൽ വരുന്ന റോസാപ്പൂവാണ്. പിന്നെ അത് വയലറ്റ് കളറാണ് ഗൈസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു ഒരു റോസാപ്പൂ. ക്യൂട്ടായിരുന്നു എന്നെ കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു റോസാപ്പൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, എന്ത് രസമാണെന്ന് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊണ്ടോ ഇത് മറ്റേ സ്ട്രോബെറിയുടെ മുത്തന്നെ, ചെറിയ സ്ട്രോബെറിയുടെ മുത്ത് അതുപോലെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട്. ആ മുട്ടൊക്കെ നല്ലപോലെ വിരിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവിടെ തെറ്റിയൊക്കെ കിട്ടും. ഇതൊക്കെ തെറ്റിയാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഗാർഡനാണ് ഗൈസ്. ഇതൊക്കെ അമ്മൂമ്മയൊക്കെ രാവിലെ വെള്ളം ഒഴിക്കും. ഞാൻ ചിലപ്പോൾ വെള്ളം ഒഴിക്കും, അമ്മൂമ്മ കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ഗാർഡൻസ് ആണ് ഗൈസ്. ഇതിന് വേണ്ടി ഞാനൊരു അടുത്ത വീഡിയോ ഞാൻ ഇടാം. നമ്മുടെ ഒരു ഗാർഡനിലെ പൂക്കളെയും വെജിറ്റബിളിനെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. അതല്ല നമ്മൾ നോക്കി കുത്താൻ കാണിക്കുന്നുണ്ട്. അപ്പത്തെ കൂടെ പോയി നോക്കമ്പ ഇപ്പൊ ചവിട്ടിയാണേ ഗൈസ്. ഇവിടെ ചാർ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിച്ചു. ഇനി അടുത്ത ക്രിസ്മസിന് ഇനിയും തൂക്കണം. ന്യൂ ഇയറും കൂടെ കഴിഞ്ഞിട്ട് വേണം. ഇനി അടുത്ത വർഷമാവാൻ എത്ര ദിവസം കൂടെ ഉണ്ട്? 2 ദിവസം കൂടെ. 2 ദിവസം കൂടെ. എന്തോ ഓഫ് ചെയ്തെന്നാ കൊച്ച ചോദിച്ചേ? കിടന്ന് പണിയാണ് കണ്ടോ. റോക്കിക്കുട്ടനാണ് നമ്മുടെ റോക്കിക്കുട്ടൻ. കടിക്കും, നല്ല കടിക്കും കേട്ടോ ആള്. ഇപ്പൊ നമ്മൾ അവനെ തുറന്നു വിടാൻ വേണ്ടിട്ട് തുറന്നു വിടുമ്പോ കണ്ട ഇറങ്ങിയിരിക്കുന്നേ. പക്ഷെ തുറന്നു വിട്ട് കഴിഞ്ഞാ ഇതൊന്നും നിക്കത്തില്ല ആള്. താനും ഇങ്ങനെ വഴക്കിനായിട്ട് നടക്കുകയാണ് അവൻ. പക്ഷെ ഇവളെ അവനൊന്നും ചെയ്യത്തില്ല. കടിക്കും അവൻ. കാലിലൊക്കെ വന്ന് ഒറ്റ കടിയാണ്. നമ്മുടെ റോക്കിക്കുട്ടൻ്റെ കയ്യിലൊക്കെയാണ് ഗൈസ് കുത്തിയിരിക്കുന്നത്. നാളെ ഉണ്ട്. അയ്യോ നാളെ ഉണ്ട്. നമ്മുടെ റോക്കിക്കുട്ടൻ നാളെ ഉണ്ട്. നമ്മുടെ റോക്കിക്കുട്ടൻ നമ്മുടെ റോക്കിക്കുട്ടനാണേ. തോന്നിട്ടാലോ? വേണ്ട 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 വേണ്ട, തുറന്നു വിടണ്ട. അവനിപ്പോ അവിടെ ചെന്ന് ഇതൊക്കെ എന്താ തളിച്ചെടുത്ത് പോയി ചവിട്ടും. അതുകൊണ്ടാ തുറന്നു വിടണ്ടെന്ന് പറഞ്ഞു. അല്ല ഇപ്പം തുറന്നു വിടാ ഞാൻ. ഇപ്പോളെ ഒന്നും ചെയ്യത്തില്ല ഇവൻ. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ നാമമൊക്കെ ചൊല്ലി വിളക്കൊക്കെ കത്തിച്ച് ഗൈസ് നമ്മൾ നാമമൊക്കെ ചൊല്ലിയിട്ടിരിക്കുകയാണ്. നീ അമ്മ വരാൻ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അല്ല സമയാവും. നമ്മൾ അമ്മ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അമ്മ വന്നിട്ട് കാണാം. ഗൈസ് നമ്മുടെ അമ്മ വന്നിരിക്കുന്നു.
അമ്മ ഇതുവഴിയാണ് ഗൈസ് പോകുന്നത്. ഇവിടെ തളിച്ചിരിക്കുകയായിരുന്നു. അമ്മ വണ്ടി വെച്ചിട്ട് വരും ഗൈസ്. ഇതുവഴിയാണ് അമ്മ പോകുന്നത്. തനു ഗേറ്റടാ. നമ്മുടെ റോക്കി കുട്ടൻ അടക്കുന്ന കരയുന്ന നമ്മുടെ അമ്മ വന്നോണ്ട് പറഞ്ഞിട്ട് ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ അമ്മ വന്നോണ്ടാണ് കണ്ട. അമ്മ ഓഫീസിൽ നിന്ന് വന്ന പടുതിയാണ് ഗൈസ്. ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നത് കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ പറ വരാനായിട്ട് പോവുകയാണ്. സെറ്റ് ചെയ്യാണ് തനു ഇടുന്നത്, പറ വരി ഇടുന്നത്. അമ്മൂമ്മ ഇവിടെ വിളക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിലയൊക്കെ വെച്ച് തനു ഭയങ്കര ഇതാണ്. തനു ഓട് വരുന്നു. ഇത്ര നിങ്ങൾ കേൾക്കുന്ന കൊട്ട് പറയുടെയാണ്. അവിടെ ആയിട്ടുണ്ട് പറ. എൻ്റെ ഗായ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ പോവാണ്. റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോവാണ് ഗൈസ്. ഇവിടെ അമ്മ ഇവിടെ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഇവിടെ സിനിമ അപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഇപ്പം ഇവിടോട്ട് പറക്കായിട്ട് കയറും ഗൈസ്. ഇപ്പം അമ്മ അച്ഛനോട് സംസാരിക്കുകയാണ്. അമ്മയ്ക്ക് ലൈവായിട്ട് കാണാൻ, അമ്മയ്ക്കല്ല അച്ഛന് ലൈവായിട്ട് കാണണമെന്ന് പറഞ്ഞാണ്ട് അച്ഛൻ ഓൺലൈനിൽ കൊണ്ട് എല്ലാവരും സെറ്റ് ചെയ്യാൻ ഗൈസ്. അപ്പം നമുക്ക് കയ്യെന്നാ വീട് കുഞ്ഞ് വാരി ഇട്ടു. വാരി അങ്ങ് പിന്നെ കൈ ജലയിൽ അങ്ങോട്ട് വന്ന് കൈക്ക് പിടിച്ച് ഇവരെ കൊണ്ട് സമ്മതിക്കുക. ഒന്നോടെ നമ്മുടെ ഇവിടുത്തെ പറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ? അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.